സെപ്റ്റംബർ 3-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ നിയമം ഒരിക്കലും തന്നെ ആൾക്കാരുടെ വീടുകളെ ബുൾഡോസർ വെച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇടിച്ചു പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങുകൾ അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ പോലും അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് UP-യിൽ ഇത്തരത്തിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ വീടുകൾ ഇടിച്ച് നികത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയമാണ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വീടുകൾ ഏതെങ്കിലും കേസുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ വീടുകളോ ഒന്നും തന്നെ ഇടിച്ച് നിരത്തുക എന്ന് പറയുന്നത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഈവൻ ഒരു കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളുടെ വീടാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇടിച്ചു നിരത്താൻ വേണ്ടിയിട്ട് നിയമപ്രകാരം സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഉത്തർപ്രദേശ് ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ, അതായത് ഈ ഒരു ഡിമോളിഷ് ചെയ്ത ബിൽഡിങ്ങുകളെല്ലാം തന്നെ അവിടുത്തെ മുനിസിപ്പൽ ലോസും പ്രൊസീജിയേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് പണിതിട്ടുള്ളതാണ്. അല്ലാതെ ഇതൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതല്ല, അതായത് ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതല്ല, ഇല്ലീഗലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഡിമോളിഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ടാർഗറ്റ് ചെയ്ത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇത്തരത്തിലുള്ള വീടുകൾ ഇടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നവ ഇടിച്ചു പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സജഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൈറ്റ് ടു ഹാബിറ്റാറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ഡിറൈവ്ഡ് റൈറ്റ് ആയി പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഷയമാണ് സുപ്രീം കോടതിയിലെ ഡിസ്കഷൻ നടക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഈവന്റ് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭാവിയിൽ ഇതിന് മേലെ കോടതിയിൽ കേസ് നടക്കുന്നത് തുടർ ഡിസ്കഷൻസിൽ നമുക്ക് കുറെ കൂടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തത് 7 വലിയ സ്കീമുകൾ അഗ്രികൾച്ചറൽ സെക്ടർ, ഫാം സെക്ടറിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നാണ് യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. 14,235 കോടിയോളം രൂപയാണ് ടോട്ടൽ ഔട്ട്ലേ ആയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷൻ എന്ന് പറയുന്ന സ്കീമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സ്കീം എന്ന് പറയുന്നത്. ഏകദേശം 14,235 കോടി രൂപയോളം ചെലവിട്ടിട്ടാണ് ഈ ഒരു വലിയ 7 സ്കീമുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമാണ് ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നിലവിൽ വ്യത്യസ്ത ഡാറ്റാബേസുകളുണ്ട്. ഇതിനെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് വിവിധ യൂണിയൻ ടെറിട്ടറികളിലെയും വിവിധ സ്റ്റേറ്റുകളിലെയും ഒക്കെ ഡാറ്റയെ കൺസോൾഡ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏകദേശം 2,817 കോടിയോളമാണ് ഇതിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു രജിസ്ട്രി, അതായത് രജിസ്റ്റർ ഓഫ് ഫാമേഴ്സ്, വില്ലേജസ് ആൻഡ് മാപ്സ് ആൻഡ് ക്രോപ്സ്, അതായത് നമ്മുടെ രാജ്യത്തെ മൊത്തം ഫാമേഴ്സിനെയും വില്ലേജ് ലാൻഡിനെയും ക്രോപ്സിന്റെയും ഒക്കെ ഡാറ്റ കാണിക്കുന്ന അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു രജിസ്ട്രി, ഒരു ഡീറ്റെയിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. മറ്റൊന്ന് കൃഷി ഡിസിഷൻ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിന്റെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ജിയോസ്പേഷ്യൽ സെറ്റപ്പ് ആണ്. അതായത് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പ് ഏതാണ്, സോയിൽ ഏതാണ്, വെതർ ഏതാണ്, വാട്ടർ റിസോഴ്സിന്റെ അവൈലബിലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. ആ ഒരു പ്രദേശത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് രാജ്യത്തെ മൊത്തം സോയിലിനെയും മാപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു 1:10,000 സ്കെയിലിൽ ഏകദേശം 142 മില്യൺ ഹെക്ടേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡിന്റെ സോയിൽ ഡീറ്റെയിൽസ്, അവിടുത്തെ സോയിലിന്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ ന്യൂട്രിയൻ ഡാറ്റ എന്താണ് തുടങ്ങിയിട്ടുള്ള ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോയിൽ പ്രൊഫൈൽ മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. ഈ 3 കോമ്പോണന്റുകളാണ് പ്രധാനമായിട്ടും ഡിജിറ്റൽ മിഷന്റെ കീഴിലായിട്ടുള്ളത്. അടുത്താണ് ക്രോപ്പ് സയൻസ് ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രോപ്പുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്കീം. അതിന് ഏകദേശം 3,979 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനോട് റെസിലിയന്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 2047 കൂടി നമുക്ക് ഈ ഒരു റെസിലിയന്റ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം കൊണ്ടുപോകുന്നതായിട്ടുള്ളത്. മൂന്നാമതാണ് സ്ട്രെങ്തനിങ് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് സ്കൂൾ സയൻസ് സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ രാജ്യത്തുള്ള എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ചും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലുള്ള എഡ്യൂക്കേഷൻ മെച്ചപ്പെടുത്തുക, റിസർച്ച് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. 2,291 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സ്റ്റുഡൻസിനെയും റിസർച്ചേഴ്സിനെയും ഒക്കെ എക്വിപ്പ് ചെയ്യുക, പ്രത്യേകിച്ചും കറന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെയും റിസർച്ചേഴ്സിനെയും ക്യാപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്.
അടുത്താണ് സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് ലൈഫ് സ്റ്റോക്കിന്റെ, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ജീവികളുടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ ഡയറി സെക്ടറിനെ ഇംപ്രൊവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലൈഫ് സ്റ്റോക്കിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഡയറി സെക്ടറിനെ ഇംപ്രൊവൈസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്കീം. അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷ. 1702 കോടിയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് സെക്ടറിൽ പ്രത്യേകിച്ചും കന്നുകാലികളുടെ ഹെൽത്തും അവയുടെ പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ അഞ്ചാമതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പൂക്കളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഹോർട്ടിക്കൾച്ചർ ക്രോപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. 1129 കോടിയാണ്. അപ്പോൾ വിവിധ ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് ക്രോപ്പുകൾ, റൂട്ട് ആൻഡ് ട്യൂബർ ക്രോപ്പുകൾ, വെജിറ്റബിൾസ്, ഫ്ലോറികൾച്ചർ, മഷ്റൂംസ്, ഇവയെല്ലാം ഈ ഒരു ഹോർട്ടിക്കൾച്ചറിന്റെ അണ്ടറിൽ വരും. അതിന്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഗ്രികൾച്ചർ റിസർച്ചിനെയും എക്സ്റ്റൻഷൻ സർവീസസിനെയും, അതായത് കൃഷിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. 1202 കോടിയാണ്. അപ്പോൾ ലോക്കലായിട്ട് കർഷകർക്ക് ലോക്കലായിട്ടുള്ള അഗ്രികൾച്ചറൽ സപ്പോർട്ട്, ഇന്നോവേഷൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള നാച്ചുറൽ റിസോഴ്സസിനെ, പ്രത്യേകിച്ചും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട നാച്ചുറൽ റിസോഴ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1115 കോടിയോളം രൂപ ചെലവിൽ ഈ ഒരു 7ാമത്തെ സ്കീം. അങ്ങനെ ടോട്ടൽ 7 സ്കീമുകളാണ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല സ്കീമുകളും നേരത്തെ ഉള്ളതാണ്, അതിനെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഭദ്ര എന്ന് പറയുന്ന സ്കീമുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഒഡീഷയിലാണ് ഈ ഒരു സുഭദ്ര ഗവൺമെന്റ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സ്കീമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പദ്ധതികളുടെ ഇടയിൽ ഈ ഒരു സുഭദ്ര യോജന എന്ന് പറയുന്ന യോജന ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു സ്റ്റേറ്റിലെ ന്യൂസ് ആണ് എങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു സുഭദ്ര യോജന എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ എംപവർമെന്റിനായിട്ട്, സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സുഭദ്ര യോജന എന്ന് പറഞ്ഞ പദ്ധതിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇഷ്യൂ, ഒഡീഷയിൽ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് ഈ ഒരു സ്കീമിൽ പറഞ്ഞു വെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു 50,000 രൂപയുടെ വൗച്ചർ കിട്ടും 2 വർഷത്തിനിടയിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു 21 വയസ്സിനും 60 വയസ്സിനിടയിൽ. എന്നാൽ നിലവിൽ എന്താ ഇഷ്യൂ വെച്ചാൽ 2 വർഷത്തിനിടയിൽ 50,000 കിട്ടും എന്ന് പറഞ്ഞത് ഇപ്പോൾ 5 വർഷത്തിനിടയിൽ 50,000 കിട്ടും എന്ന രീതിയിലേക്ക് മാറ്റുവാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സുഭദ്ര യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആക്ച്വലി സെപ്റ്റംബർ 17 ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒഡീഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അതായത് ഒഡീഷ ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. 1 കോടിയോളം വനിതകൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു സ്കീമാണെന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ 50,000 രൂപ സ്ത്രീകൾക്ക് 5 വർഷം കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 വർഷം 10,000 രൂപ. അപ്പോൾ ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സ്ത്രീകൾക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് 5,000 രൂപ എന്ന് പറഞ്ഞാൽ 2 ഇൻസ്റ്റാൾമെന്റ് 1 വർഷം, അങ്ങനെ 5 വർഷം കൊടുക്കുക എന്നുള്ളതാണ്. 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു സ്കീം നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 5 വർഷത്തിനിടയിൽ 50,000 രൂപ സ്ത്രീകൾക്ക് നൽകും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബ് ഉള്ള ആൾക്കാരുള്ള, ഇൻകം ടാക്സ് പേ ചെയ്യുന്ന, അതുപോലെ തന്നെ മറ്റ് പദ്ധതികളുണ്ട്. മന്ത്ലി 1,500 രൂപ ഒക്കെ പെൻഷനൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ 18,000 രൂപയുടെ അടുത്തൊക്കെ പൈസ കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് സ്കീമിന്റെ അസിസ്റ്റൻസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സ്കീമിൽ ഫണ്ട് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, മറ്റുള്ളവർക്കാണ് കിട്ടുക. അപ്പോൾ ഇവർക്ക് സുഭദ്ര ഡെബിറ്റ് കാർഡും ഇഷ്യൂ ചെയ്യും. അതായത് ഈ പൈസ വന്നത് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ATM കാർഡ്, സുഭദ്ര ഡെബിറ്റ് കാർഡും നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 100 ബെനിഫിഷ്യറീസിന്, അതായത് മാക്സിമം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുന്ന 100 ബെനിഫിഷ്യറീസിന് അഡീഷണൽ ആയിട്ട് 500 രൂപയുടെ ഇൻസെന്റീവ്സും നൽകും എന്ന് പറയുന്നുണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലും അർബൻ ലോക്കൽ ബോഡിയിലായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളെ അവരെ ബാങ്കിങ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി ബാങ്കിങ് ട്രാൻസാക്ഷന്റെ ഭാഗമാക്കി മാറ്റുന്നതിനും ഫൈനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അതിൽ ആ ഒരു ക്രൈറ്റീരിയ ചേഞ്ച് ആക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിസ്പ്യൂട്ട് നടക്കുന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സ്കീം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് GST കൗൺസിലിന്റെ മീറ്റിംഗ് സെപ്റ്റംബർ 9 നടക്കാൻ പോവാണ്. അപ്പോൾ GST കൗൺസിലിന്റെ മുന്നിൽ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണമെന്ന് കരുതപ്പെടുന്ന കുറച്ച് ടോപ്പിക്കുകളും അതിന്റെ എന്തായിരിക്കും പോസിബിൾ ഔട്ട്കം എന്നുള്ളതുമാണ് എഡിറ്റോറിയൽ പറയുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്.
ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.